ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ ദൈവമക്കളെ, സന്തോഷത്തോടെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന കേൾവിക്ക് വേണ്ടി ദൈവം നമ്മളെ ഒരുക്കുകയാണല്ലോ. സർവശക്തനായ ദൈവം നമുക്ക് തരുന്ന സ്വർഗീയ ആലോചനകളൊക്കെ എത്രത്തോളം നമ്മളെ ധൈര്യപ്പെടുത്തി, ബലപ്പെടുത്തി, ശക്തീകരിച്ചു. ധന്യമായി ജീവിക്കാനുള്ള ഉൾപ്രേരണകൾ തന്ന് ഇന്നയോളം ദൈവത്തിൻ്റെ വചനം നമ്മളെ സഹായിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും ആരാധനയും എല്ലാം അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് കർത്തൃദിനം കൂടെയാണല്ലോ. മഹാദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ പുകഴ്ത്താൻ, മഹത്വപ്പെടുത്തുവാൻ, കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന മനോഹര ദിവസത്തെ പാഴാക്കാതെ ദൈവസന്നിധിയിൽ ഏറ്റവും ധന്യമാകേണ്ടതിന് കർത്താവ് ഇന്നേ ദിവസം ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മളിൽ പകരട്ടെ എന്നുള്ള അകമഴിഞ്ഞ പ്രാർത്ഥനയോടെ ഒരു കർത്തൃദിന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാ പ്രവചനം 63 അധ്യായം 15 വാക്യം വായിച്ച് കേൾപ്പിക്കാം. യെശയ്യാവ് 63:15. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹത്വവുമുള്ള അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. സ്വർഗത്തിൽ നിന്ന് നോക്കി വിശുദ്ധിയും മഹിമയുമുള്ള അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ. യെശയ്യാ പ്രവചനത്തിൻ്റെ അവസാന അധ്യായങ്ങളാണല്ലോ ഈ 63, 64, 65 അധ്യായങ്ങളൊക്കെ. വളരെ മനോഹരമായിരിക്കുന്ന ആത്മീക ചിന്തകൾ നമുക്ക് തരുന്ന അധ്യായങ്ങളാണത്. വളരെ ഊഷ്മളമായിരിക്കുന്ന ദൈവിക ബലവും കൃപയും എല്ലാം മാനവരാശിക്ക് നൽകിത്തരുന്ന പ്രതീക്ഷയുടെ വാക്കുകൾ ഈ അവസാന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അതിലൊന്നാണിത്. പ്രവാചകനിലൂടെ ദൈവാത്മാവ് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധിയെപ്പോലെ നിന്നുകൊണ്ട് സ്വർഗസ്ഥനായ ദൈവത്തോട് അഭയാചന കഴിക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണത്. ഇപ്രകാരമാണത്: അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് അടിയങ്ങളെ ഒന്ന് കടാക്ഷിക്കണമേ. ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് നിന്നുള്ള കടാക്ഷം ഏറെ ചിന്തനീയമാണ്, ഏറെ ചിന്തനീയമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കടാക്ഷമെന്ന് പറഞ്ഞാൽ ഔപചാരികമായി കാണിക്കുന്ന സിമ്പതി, സ്നേഹം, കരുതൽ, ഫേവർ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അതിനോട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുമായിരിക്കും. ഇവിടെ ദൈവത്തിൻ്റെ കടാക്ഷം ആവശ്യമുള്ളൊരു ജനതയാണ്. അതിന് കാരണം ഒരുപാട് ഉടയപ്പെടുകയും ചതയപ്പെടുകയും അനുസരണക്കേടിൻ്റെ തിക്താനുഭവങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. മനസ്ഥിതികൾ തകർന്ന് ജീവിത നിലവാരത്തിന് ഒരുപാട് മാറ്റം വന്ന് പ്രതീക്ഷകളൊക്കെ ആടി ഉലഞ്ഞ് ഒരു തരത്തിൽ യെശയ്യാ പ്രവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മുന്നറിയിപ്പിൻ്റെ, നാളകൾ അപകടത്തിലും അനർത്ഥത്തിലുമാകാവുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. അവർക്കൊരു കടാക്ഷം ആവശ്യമാണ്. ആ കടാക്ഷം അവർ ദൈവത്തോട് ചോദിക്കുകയാണ്. ഞാനത് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കുക, കുറച്ച് നാളുകളായിട്ടൊരു വല്ലാത്ത പ്രയാസത്തിലൂടെ ഞാണിന്മേൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ എവിടേക്കാണിത് പോകുന്നത്? കൈവിട്ടു പോകുമോ? പ്രതീക്ഷകൾ അസ്തമിക്കുമോ? ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് സ്വപ്നങ്ങൾ നെയ്തെടുത്തത് ഒന്നുമല്ലാതെ ആയിത്തീരുമോ? അവസാനം നഷ്ടബോധത്തോടെ എല്ലാം മടക്കി കെട്ടി തീർക്കേണ്ടി വരുമോ എന്നൊക്കെ തോന്നുന്ന ഒരു വല്ലായ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനാവാചകം ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തു കാണിക്കുമ്പോൾ ഇങ്ങനൊരു പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് നോക്കി അനിവാര്യമാണോ? എവിടെ നിന്ന്? ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് നിന്നൊരു കടാക്ഷം ആവശ്യമാണോ? നിലനിൽപ്പിന്, മുന്നോട്ട് പോക്കിന്, പിടിച്ചു നിൽക്കാൻ, അപമാനിക്കപ്പെടാതിരിപ്പാൻ, തലകുനിക്കപ്പെടാതിരിപ്പാൻ, ഏറിയ നഷ്ടം വരാതിരിപ്പാൻ, സ്വസ്ഥതയോടെ ജീവിക്കാൻ, അധ്വാനിച്ചതും പ്രതീക്ഷിച്ചതും വ്യർത്ഥമാകാതിരിപ്പാൻ മഹാദൈവത്തിൻ്റെ ഒരു കടാക്ഷം, അതും സ്വർഗത്തിൽ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് നിന്ന്. എനിക്ക് ആ വാക്കാണ് ഭയങ്കരമായിട്ട് സ്പർശിച്ചത്. അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷിക്കണമേ എന്ന് പറയുമ്പോൾ
എൻ്റെ മനസ്സിലേക്ക് ഓടി വന്ന ഒന്ന് രണ്ട് ചിത്രങ്ങൾ ഞാൻ പറയാം. അറേബ്യൻ രാജ്യത്ത് ആണ്ടിലൊരിക്കലോ 2 പ്രാവശ്യമൊക്കെ അനധികൃതമായ കുറ്റവാളികളായി ജയിലിൽ കിടക്കുന്നവർ, വിസ തീർന്നവർ, ജീവിക്കാൻ നിർവാഹമില്ലാത്തവർ, അങ്ങനെ പെട്ടുകിടക്കുന്നവർ, മുന്നോട്ടൊരു ഭാവിയില്ലാത്ത ആളുകൾ, അവരെ കൂട്ടത്തോടെയല്ല, അവരിൽ കുറേ പേർക്കെങ്കിലും, ചിലപ്പോൾ 250 പേർക്ക്, ചിലപ്പോൾ 500 പേർക്ക്, ചിലപ്പോൾ 1000 പേർക്ക് കോടതി നിയമത്തിൻ്റെ മുമ്പിൽ അവരെ ശിക്ഷിച്ചിട്ടിരിക്കുകയാണ്. ആ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ മുമ്പിൽ അവർ കുറ്റവാളികളാണ്. നീതിപാലകരായിരിക്കുന്ന ആളുകൾ അവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു, അഥവാ കോടതിയുടെ മുമ്പിൽ. കോടതി അവരെ കുറ്റം ബോധിപ്പിച്ചു, ശിക്ഷിച്ച് യാത്രകൾ പോലും അനുവദിക്കാതെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ആ സമയത്ത് വർഷത്തിലൊരിക്കൽ, പ്രത്യേക പെരുന്നാൾ സീസണിലോ എപ്പോഴോ, ഈ രാഷ്ട്രങ്ങളുടെ കൊട്ടാരത്തിൽ നിന്ന് കുറ്റവാളികൾക്കൊരു കടാക്ഷം വരും. 25 പേരെ വെറുതെ വിടുകയാണ്. ചിലപ്പോൾ 250 പേരെ കുറ്റത്തിൻ്റെ നിലവാരമനുസരിച്ച് ജയിലിൽ കിടക്കുന്ന എല്ലാവരെയും കൂടി ഇറക്കി വിടുന്നല്ല എന്നർത്ഥം. 10,000-കണക്കിന് കുറ്റവാളികൾ കിടക്കുന്ന ആ രാഷ്ട്രത്തിൽ ചിലർക്ക് കൊട്ടാരത്തിൽ നിന്നൊരു കടാക്ഷം വരും. അവരുടെ പേര് എഴുതി ഇന്ന കക്ഷികളെ നിരുപാധികം കുറ്റവിമുക്തരാക്കി പുറത്തു വിടുന്നു. ചിലപ്പോൾ രാജ്യം കടത്തി വിടുകയായിരിക്കാം, വീട്ടിലേക്കായിരിക്കാം, എന്തുമാകട്ടെ. അവരുടെ മേൽ കിടന്ന കുറ്റം മാറ്റിയിട്ട് അവർക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു വഴി ഉണ്ടാക്കുക. ആരാണത്? നിയമം അവർക്ക് അനുകൂലമല്ല. നീതിപാലകരായിരിക്കുന്ന ആളുകൾക്കത് ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ നീതി നടപ്പാക്കുന്ന ആളുകൾ അവരിവർ പുറത്തു പോകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നവരാണ്. പക്ഷെ ഇതിനൊക്കെ മീതെ കൊട്ടാരത്തിൽ നിന്നൊരു കടാക്ഷം വന്നാൽ പിന്നെ ഈ താഴെ കിടക്കുന്ന നിയമങ്ങൾക്കോ നിയമപാലകർക്കോ യാത്ര തടസ്സപ്പെടുന്ന എയർപോർട്ട് അധികാരികൾക്കൊന്നും ചെയ്യാനില്ല. കാരണം ഈ കക്ഷിയുടെ മേൽ കൊട്ടാരത്തിൽ നിന്ന് ഒരു കടാക്ഷം വന്നു. ഇന്ത്യയിൽ സുപ്രീം കോടതി വിധിച്ച് തൂക്കുകയർ മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന കുറ്റവാളികൾ എപ്പോഴും ഉണ്ടാകാറില്ല. ഒറ്റപ്പെട്ട കേസിലെങ്കിലും രാഷ്ട്രപതി ഭവൻ, ഇന്ത്യയുടെ പ്രഥമ പൗരനായിരിക്കുന്ന, പരമാധികാരിയായിരിക്കുന്ന രാഷ്ട്രപതി വസിക്കുന്ന രാഷ്ട്രപതി ഭവനിൽ നിന്ന് ചിലർക്ക് ഒരു കടാക്ഷം വന്നാൽ അവരുടെ മേൽ തൂങ്ങിക്കിടക്കുന്ന മരണനിഴൽ മാറിപ്പോകും. അതാണല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകളിലൊന്ന്. ഇനി കോടതികളിൽ നിന്നോ നിയമപാലകരിൽ നിന്നോ നിയമത്തിൽ നിന്നോ വാദിക്കാൻ കരുത്തുള്ള വക്കീലുമാരുടെ കരുത്തുകൊണ്ടൊന്നും ഒരു കടാക്ഷമില്ല, ഒരു പഴുതില്ല, ഒരു സാധ്യതയില്ല. പക്ഷേ എല്ലാറ്റിനും മീതെ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഒരു കടാക്ഷമുണ്ടായാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മണ്ണിൽ ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥയുണ്ടെങ്കിൽ വിണ്ണിലൊരു ദൈവമില്ലേ? ആ ദൈവത്തിൻ്റെ വാസസ്ഥലം ഈ ഭൂമിയിലെ ഏത് കൊട്ടാരത്തേക്കാൾ, ഏത് പാലസിനേക്കാൾ, ഏത് രാഷ്ട്രപതി ഭവനേക്കാൾ എത്രയോ ഉന്നതം, എത്രയോ ശ്രേഷ്ഠം. ആ വാക്യത്തിൽ തന്നെ ബാക്കി എഴുതിയിട്ടുണ്ട്. മനസ്സലിവും കരുണയും എല്ലാം നിറഞ്ഞ സ്ഥലമാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. മനുഷ്യനോടുള്ള ആദരവും കരുണയും നിറഞ്ഞ സ്ഥലം ദൈവത്തിൻ്റെ വാസസ്ഥലം. അവിടെ നിന്നൊരു കടാക്ഷം ഉണ്ടായെങ്കിലേ ഇനി ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഞാൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഈ ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഇട്ട് തരികയാണ്. ഇനി നിങ്ങൾ ആയിരിക്കുന്ന രാജ്യത്തിന് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയ നിങ്ങളെ ഊരിയെടുക്കാമെന്ന് പറഞ്ഞ വക്കീലിന് ഇതിനപ്പുറം അദ്ദേഹത്തിൻ്റെ ബുദ്ധിക്കകത്തോ വാക്ചാതുര്യത്തിനകത്തോ ഒന്നും ചെയ്യാനില്ല. നിങ്ങളെ ചികിത്സിച്ച ഡോക്ടർക്കോ നിങ്ങൾക്ക് മരുന്ന് തന്ന ഫാർമസിക്കോ ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് നൊമ്പരപ്പെട്ട അമ്മയ്ക്കോ അപ്പനോ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇതിനൊക്കെ മീതെ ഒരു വാസസ്ഥലം, ആരുടെ? ദൈവത്തിൻ്റെ വാസസ്ഥലം, പുരാതന സ്വർഗം, സ്വർഗാതി സ്വർഗം. അവിടെ നിന്നൊരു കടാക്ഷം ഉണ്ടായാൽ, അറേബ്യൻ മരുഭൂമിയിലെ ഷെയ്ഖിൻ്റെ പാലസിൽ നിന്നോ ഇന്ത്യയുടെ രാഷ്ട്രപതി ഭവനിൽ നിന്നോ ഒരു കുറ്റവാളിക്ക് കിട്ടാവുന്ന കടാക്ഷത്തേക്കാൾ
സർവശക്തനായ ദൈവത്തിൻ്റെ വാസസ്ഥലത്ത് നിന്ന് കടാക്ഷമുണ്ടായാൽ നിങ്ങൾ രക്ഷപ്പെടുമോ ഇല്ലയോ? ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് വേണം പ്രാർത്ഥിക്കാൻ. ആകുലതയിൽ, ആശങ്കയിൽ, ഭാരത്തിൽ, വഴിയടഞ്ഞ്, നിരാശപ്പെട്ട് ഇന്ന് പള്ളിയിൽ പോകണോ വേണ്ടയോ എന്നാലോചിച്ച് എന്തിനാ ഇത്രയും നാളും ദൈവത്തെ വിളിച്ചിട്ടും ഒരു കാര്യത്തിന് നീക്കുപോക്കില്ല, ഒരിടത്തുനിന്നും ഒരു മനസ്സലിവില്ല. ക്രൂരന്മാരാണ് ചുറ്റും നിൽക്കുന്നവർ, ഒരു കരുണയില്ല. അധികാരികൾക്കും നിയമപാലകർക്കും ഒന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല എൻ്റെ നിസ്സഹായത. അധികാരികളുടെ മുമ്പിൽ കെഞ്ചിക്കേണിട്ടും എനിക്കാരുമില്ല. ലക്ഷങ്ങൾ മുടക്കിയാണ് ഞാൻ ഇവിടെ വന്നത്. എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൈമലർത്തി കാണിക്കുന്നവരെ മാത്രം കണ്ട് പരിചയമുള്ള നിങ്ങളോട് സ്വർഗം പറയുന്നു, ഇവർക്കെല്ലാം മീതെ എൻ്റെ വാസസ്ഥലമുണ്ട്. എൻ്റെ വാസസ്ഥലത്ത് നിന്ന് അനേകരെ തേടി കടാക്ഷം വരുന്നുണ്ട്. അതിലൊരാൾ നീയായിരിക്കാൻ ദൈവസന്നിധിയിൽ ഈ വാക്യം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിക്ക്. ഉയരത്തിൽ ആകാശമണ്ഡലങ്ങൾക്കപ്പുറം, നക്ഷത്രജാലകങ്ങൾക്കും സൂര്യചന്ദ്രാദികൾക്കൊക്കെ അപ്പുറം പുരാതന സ്വർഗം എന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം. ആ സർവജ്ഞാനിയുടെ, സർവശക്തൻ്റെ, സർവവ്യാപിയുടെ വാസസ്ഥലത്ത് നിന്ന് എൻ്റെ കുഞ്ഞിന് വേണ്ടി, എനിക്ക് വേണ്ടി ഒരു കടാക്ഷം ഈ ആഴ്ച, ഇത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസമാണ്, ഈ ആഴ്ച അയക്കണേ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ആ കടാക്ഷത്തിലൊന്ന് നിങ്ങൾക്ക്, നിങ്ങളുടെ സന്തതിക്ക് കിട്ടില്ലേ? കിട്ടുമെന്ന് വിശ്വസിക്ക്. എന്നിട്ട് പ്രാർത്ഥിക്ക്. ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിൽ കണ്ട ഒരു ചെറിയ വാചകം എന്നെ ഇന്നലെ വൈകുന്നേരം മുതൽ വല്ലാതെ അലട്ടി അസ്വസ്ഥമാക്കി. ആർക്കൊക്കെയോ വേണ്ടി ഈ വാക്ക് ഞാൻ മീഡിയയിലൂടെ ശരം തൊടുത്തു വിടുന്നത് പോലെ തൊടുത്തു വിടുകയാണപ്പാ. എവിടെ ചെന്ന് വീഴുമെന്ന് എനിക്കറിയില്ല. മുറുകെ പിടിച്ച് തൃക്കാൽക്കൽ വന്ന് കരഞ്ഞ് കേണപേക്ഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങയുടെ വാസസ്ഥലത്ത് നിന്ന് സാധുക്കളായ, പാവങ്ങളായ അവർക്ക് വേണ്ടി ഒരു കടാക്ഷം അയക്കണേ. ഇവിടെ ഭാരം നീങ്ങട്ടെ, വേദന നീങ്ങട്ടെ. സ്വർഗത്തിൽ നിന്ന് കിട്ടിയ കടാക്ഷം നിമിത്തമാണ് എൻ്റെ കുഞ്ഞ് ജീവിക്കുന്നതെന്ന് പിന്നത്തേതിൽ അവർ സാക്ഷ്യം പറയട്ടെ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.